ജയ ശ്രീകൃഷ്ണ. ഗീതാ പരിവാർ എന്ന് പറയുന്ന ആത്മീയ സാംസ്കാരിക പ്രസ്ഥാനം നടത്തുന്ന ഗീതാ പഠനവും പ്രചരണവും ത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗീതാ പരിവാറിൻ്റെ ഗീതാ പഠനത്തിന് കഴിഞ്ഞ നവംബർ മാസത്തിൽ ജോയിൻ ചെയ്തു. L1 ലെവല് പാസ്സായി. ഇപ്പോൾ L2 ജസ്റ്റ് പ്രമോഷനായ ആളാണ്. അപ്പോൾ എൻ്റെ പഠന ക്ലാസ്സിൽ ഗീതാ പരിവാർ നടത്തുന്ന ഗീതാ ഒളിമ്പിയാഡ് എന്നുള്ളൊരു പരിപാടിയെക്കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജ് വന്നു. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ഞാനിപ്പോൾ L1 ലെവലിലായിട്ടുള്ള ഒരാളല്ലേ, അപ്പോൾ എനിക്ക് ഇത് പറ്റാത്തൊരു കാര്യമായിരിക്കും, എനിക്കിതിൽ പങ്കെടുത്താൽ ശരിയാകത്തില്ല എന്ന ഒരു തോന്നൽ. എന്നാലും അത് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ പലരോടും അന്വേഷിച്ചിട്ട് എനിക്ക് വ്യക്തമായൊരു ധാരണ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ജോയിൻ ചെയ്തത്. അങ്ങനെ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് അതിൽ കുറച്ച് പിള്ളേർക്ക് പറ്റിയ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് കുറേ ക്വിസുണ്ട്, ഒരു 5 റൗണ്ട്സ് ക്വിസുണ്ട്. അതായത് ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും നമ്മുടെ വേദങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ്, മൾട്ടിപ്പിൾ ചോയ്സാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരത്തെക്കുറിച്ചൊരു ആവറേജ് ധാരണയുള്ള ഒരാൾക്ക് പോലും അത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു റൗണ്ടിൽ കയറിയപ്പോഴത്തേക്ക് നമുക്ക് ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്കറിയില്ല, കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. പക്ഷേ എങ്കിൽ പോലും ഇതായിരിക്കാം ഇതിൻ്റെ ആൻസർ എന്നുള്ളൊരു ഗസ്സിങ്ങിലൂടെ ആൻസർ ചെയ്തിട്ടും എനിക്ക് ഓരോ റൗണ്ട്സിലും നല്ല സ്കോറ് നേടാൻ പറ്റി. അപ്പോൾ ഒരു റൗണ്ട് കഴിയുമ്പോൾ വളരെ ക്യൂരിയോസിറ്റിയോടും ആകാംക്ഷയോടും കൂടിയാണ് അടുത്ത ഇതിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ ഞാൻ 5 റൗണ്ടും കഴിഞ്ഞു. നല്ല സ്കോറ് കിട്ടി. ഏറെ വിജ്ഞാനപ്രദവും നമുക്ക് ഗീതയുടെ അല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയൊക്കെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ എപ്പോഴും ഇത് ആൻസർ ചെയ്യാനൊക്കെയുള്ള നമുക്ക് പഠിക്കണം, അറിയണം എന്നൊക്കെയുള്ളൊരു ആകാംക്ഷയും ഒരു ത്വരയാണ് എപ്പോഴും. ഒരു സമയം പോലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഉടനെ ഇതിൽ കയറും, നോക്കും, ആൻസർ ചെയ്യും, അങ്ങനെയൊക്കെയാണ് പോയത്. പിന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ് കൂടെയുണ്ട്. ഡെയിലി ഓരോ ശ്ലോകം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഒരു ശ്ലോക വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒരെണ്ണമല്ല, ഡെയിലി അത് ചെയ്യാൻ പറ്റും. പിന്നെ ശ്ലോക ഭാഷ എഴുതാൻ പറ്റും. പിന്നെ ജംബിൾഡ് ശ്ലോകാസ് ഉണ്ട്, അതായത് ചരണങ്ങൾ മാറ്റിമറിച്ചൊക്കെ തന്നിരിക്കും, അത് നമുക്ക് കറക്റ്റ് ആകാൻ പറ്റും. മീനിങ് മാച്ചുണ്ട്. എല്ലാം വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ളതും നമുക്ക് ആനന്ദവും. നമ്മൾ ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ എപ്പോഴും ഭഗവത്ഗീതയോടും ഭഗവാനോടും അടുത്തിരിക്കുന്നത് പോലെ ഒരു അനുഭൂതിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് അനുഭവിച്ചാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും അതിൽ ചേരണം, പങ്കെടുക്കണം, അറിവ് വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഇനി ഇതിൻ്റെ മറ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ജയ ശ്രീകൃഷ്ണ.